ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി പറഞ്ഞിരുന്നു. അപ്പം അതിലൊരു മാപ്പ് വരുന്നുണ്ട്. ആ മാപ്പ് നമ്മൾ പെർഫെക്റ്റ് ആയ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് വീണ്ടും ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുകയാണ്. പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി എന്ന് പറഞ്ഞ ഈ ടോപ്പിക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ മാപ്പും വരുന്നത്. മാപ്പ് അതിന് മുന്നായിട്ട് ഉള്ള ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. കാരണം the Paleolithic man the Paleolithic man approximately 5,08,000 BC യോട്ട് റിലേറ്റഡ് അല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്. എന്തായാലും ഇത് നമ്മൾ കൊടുത്തേക്കുന്നത് പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലിയുടെ അരികത്തായിട്ടാണ് ഈ മാപ്പ് വരുന്നത്. അപ്പം അത് കുറേയും കൂടി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി വരുന്ന രീതിയിൽ പറയേണ്ടതായിരുന്നു. അത് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കും. എന്തായാലും നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാം. പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി. Until 1939, only a part of a Punjab, which now falls in western Pakistan, had shown definite traces of 3 or 4 Stone Age cultures. This have been called pre-Sohan, early Sohan, late Sohan, and evolved Sohan, or chopper chopping and flake and blade industries. The first 4 are named after Sohan or Son, one of the important tributaries of the Sindhu River, along the banks of which the first artifacts were found. The later group is named after the functional and technological character of the tools and broadly shows man's intellectual as well as material development. Studies are done in the foothills of the southwestern Himalayas. This constitutes the Shivaliks and the Potwar Plateau. The latter is the part of ancient Pan-Canada, drained by the Sindhu, Sohan, Jhelum, Devi, Satluj and Beas. It includes Rawalpindi and other districts of western Punjab, now in Pakistan. The various geological formations on these rivers were correlated by D. Terra and Peterson with the onset and retreat of glaciers during the Pleistocene in the Kashmir Valley. In Punjab, the presence of human beings was believed to have been first noticed in boulder conglomerate, which forms the topmost surface in the Sindhu, Sohan and other rivers. During the second ice age in Kashmir Valley, the Potwar Plateau had very heavy rains and the rivers carried away boulders, and this had helped in forming the boulder conglomerate. In this formation were found huge flakes and split pebbles of quartzite. Some of these were regarded as artifacts, as they showed traces of chipping on the sides to distinguish this industry from later industries. It was called pre-Sohan, but now it is considered that there were so clear signs of human activities on these flakes and pebbles. We may therefore say that man did not exist during the second ice age. ഇതാണ് മാപ്പ്. നമുക്ക് വേണമെങ്കിൽ പെനിൻസുലാർ ഇന്ത്യ പറയുമ്പോൾ പറഞ്ഞാൽ മതി. എന്നാലും നമ്മൾ എന്തായാലും ഇപ്പൊ പറഞ്ഞു പോയാണ്, ആർക്കും കുറെ കൂടി കംഫർട്ടബിള്. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇതിവിടെ കൊടുത്തേക്കണ ആരുണ്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത്. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. Early Stone Age sites, Middle Stone Age sites, Late Stone Age sites.
ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഇപ്പൊ ഇതില് ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ അതിലാണ് കൊടുത്തേക്കുന്നത്. ട്രയാങ്കിള് ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, സർക്കിള് മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, സ്ക്വയർ ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. നമ്മൾ എന്തായാലും ഇത് വായിക്കുന്നത് ഈ പ്ലേസസ് നമ്മൾ ജസ്റ്റ് വായിച്ചു പോയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1, 2, 3 മുതൽ 25 വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം തന്നെ വായിക്കണം. അപ്പോൾ ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ് അത് ഓർത്ത് വയ്ക്കുക. ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. മാപ്പ് 1.1 സ്റ്റോണേജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. മാപ്പ് 1.1 സ്റ്റോണേജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. 1 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. ഈ 1ന്റെ അടുത്ത് അരികത്തായിട്ടാണ് ഈ സൈൻ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതും വായിച്ചു പോയതിന്റെ ഒപ്പം തന്നെ ട്രയാങ്കിളും സർക്കിളും 1ന്റെ അവിടെ തന്നെ. അപ്പൊ ട്രയാങ്കിൾ ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. അപ്പൊ 1 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 2 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്. 2ന് ഏർലി സ്റ്റോണേജ് സൈറ്റ്സ് ആണ്. അപ്പൊ സൈനുകൾ ശ്രദ്ധിക്കുക. പിന്നെ 3 അടുത്ത 3 ആണ് വരുന്നത്. 3 3 ടൈപ്പും വരുന്നുണ്ട്. 3 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 3 ഇനി 4 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. പിന്നെ അടുത്ത 5 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 5 ഈ സൈൻസ് ഒക്കെ ശ്രദ്ധിക്കുക. 6 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 6 ഇനി 7 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 7 പറഞ്ഞു. ഇനി 8 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. ഇപ്പൊ 8 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. ഈ 9 അതിന്റെ അരികത്ത് തന്നെ 9 3 ടൈപ്പ് വരുന്നുണ്ട്. ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. ഇപ്പൊ 9 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. ഇനി 10 ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 11 മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 11 12 മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്. 13 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 13 14 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 14 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 15 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 15 16 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 15 16 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 16 ലേറ്റ് സ്റ്റോണേജ് സൈറ്റ്സ്. 16 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 16 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 17 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 17 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 17 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 18 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 18 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്.
In 19, latest tonnage sites, 90 latest tonnage sites, 20 latest tonnage sites, 20 latest tonnage sites, 21 latest tonnage sites, 21 latest tonnage sites, 22 latest tonnage sites, 23 latest tonnage sites, 23 latest tonnage sites, 24 middle tonnage sites, latest tonnage sites, 24 middle tonnage sites, latest tonnage sites, 25 middle tonnage sites, latest tonnage sites, 25 middle tonnage sites, latest tonnage sites. ഇനി നമുക്ക് പ്ലേസസ് പറയാം. ആർ കാബൂൾ, ആർ സോൻ, ആർ ജിഹുലം, ആർ ചിനാബ്, ആർ ഇൻഡസ്, ആർ രവി, ആർ സത്ലജ്, ആർ ബീസ്, ആർ ലൂണി, ആർ ജമുന, ആർ ഗംഗ, ആർ സബർമതി, ആർ ചമ്പൽ, ആർ ഗംഗ, ആർ സൺ, ആർ മാഹി, ആർ നർമ്മദ, ആർ മഹാനദി, ആർ താപ്തി, ആർ വെയിൻഗംഗ, ആർ വർധ, ആർ ഗോദാവരി, ആർ കൃഷ്ണ, ആർ തുംഗഭദ്ര, ആർ പെണ്ണാർ, ആർ കാവേരി. അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ പറയണം. ഏർലി സ്റ്റോണേജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോണേജ് സൈറ്റ്സ്, latest tonnage sites. Map 1.1 Tonnage sites of India. Map 1.1 Tonnage sites of India. Early tonnage sites, middle tonnage sites, latest tonnage sites. Number 1, early tonnage sites, middle tonnage sites. 1. Early tonnage sites, middle tonnage sites. 2. Early tonnage sites. 3. Early tonnage sites, middle tonnage sites, latest tonnage sites. 4. Early tonnage sites, middle tonnage sites. 5. Early tonnage sites, middle tonnage sites. 6. Early tonnage sites, middle tonnage sites. 7. Early tonnage sites, middle tonnage sites. 8. Early tonnage sites, middle tonnage sites. 9. Early tonnage sites, middle tonnage sites, latest tonnage sites. 10. Early tonnage sites, middle tonnage sites. 11. Middle tonnage sites. 12. Middle tonnage sites. 13. Latest tonnage sites. 14. Latest tonnage sites. 15. Late tonnage sites. 16. Latest tonnage sites. 17. Latest tonnage sites. 17. Latest tonnage sites. 18. Latest tonnage sites. 19. Latest tonnage sites. 20. Latest tonnage sites. 21. Late tonnage sites. 22. Latest tonnage sites. 23.
23 latest Stone Age sites, 22 latest Stone Age sites, 23 latest Stone Age sites, 22 latest Stone Age sites, 23 latest Stone Age sites, 24 middle Stone Age sites, latest Stone Age sites, 24 middle Stone Age sites, latest Stone Age sites, 25 middle Stone Age sites, latest Stone Age sites, 25 middle Stone Age sites, latest Stone Age sites, 24 middle Stone Age sites, latest Stone Age sites, 25 middle Stone Age sites, latest Stone Age sites. R Kabul, R Son, Jehulam, R Chinab, R Indus, R Chinab, R Ravi, R Satluj, R Bees, R Luni, R Jamuna, R Ganga, R Sabarmati, R Chambal, R Ganga, R Sabarmati, R Mahi, R Chambal, R Ganga, R Narmada, R Son, R Tapti, R Son, R Varda, R Mahanadi, R Vainganga, R Narmada, R Tapti, R Varda, R Godavari, R Krishna, R Tungabhadra, R Pennar, R Kaveri. ഇത്രയാണ് വരുന്നത്. അപ്പം നമ്മൾ പറ്റാവുന്ന പോലെ പറഞ്ഞ മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ചിലത് നമ്മൾ റിപ്പീറ്റ് ചെയ്തും പറഞ്ഞ് പ്ലേസസ് ഒക്കെ. ദയവേത് പോരായ്മ ഉണ്ടെങ്കിൽ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മാപ്പ് ഇത്തിരി പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്, കുറച്ചുകൂടി പ്രാധാന്യം എടുത്ത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കുക ഈ മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് കാണിക്കാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാം പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ. The real home of the Handaxi culture seems to be, according to the present knowledge, Peninsular India, the region south of the Ganges Plains, because the types of tools of this culture were first found near Madras. It is also called the Madras axe culture. This is a purely regional name which should be given up, as the latest researches show that the Handaxi culture covered almost the whole of the India, Andhra Pradesh, Madras, Mysore, Maharashtra, Gujarat, Eastern Rajasthan, the plateau regions of Uttar Pradesh, Bihar and West Bengal, except Western Rajasthan, Sindh, Kashmir, Assam, and the coastal strips of Andhra Pradesh, Tamil Nadu, and Kerala. The relics of early Stone Age man are mainly confined to middle reaches of the rivers and to some distance away from their basin. Altitudes higher than 750 m and heavily frosted regions were avoided by man. No early Stone Age tools have been found in Mount Abu, Rajasthan, Mahabaleshwar, Maharashtra, Nilgiris, Tamil Nadu, and Mysore, Karnataka. The hand axe and other associated tools were first found in the deposits of the second interglacial age in western Punjab, while in peninsular India they were found in the earliest pebble conglomerate bed in Narmada, which overlies the basal rock or laterite. In this conglomerate are also found remains of extinct animals as wild elephant, wild horse,
wild oryx, hippopotamus, Elai indicus, F and C, Stegodon insignis, F and C, Rhinoceros unicornis limb, Tryonix species, Stegodon genisa, F and C, Emi species, Ursus namadicus, F and C, Leptobos fraserier rat, Cravus duvancili. In this conglomerate are also found remains of extinct animals as wild elephant, wild horse, wild oryx, hippopotamus, Elai indicus, F and C, Stegodon insignis, F and C, Stegodon insignis, F and C, Rhinoceros unicornis limb, Tryonix species, Stegodon genisa, F and C, Emis species, Ursus namadicus, F and C, Leptobos fraserirat, Cravus duvancili. In this conglomerate are also found remains of extinct animals as wild elephant, wild horse, wild oryx, hippopotamus, Elai indicus, F and C, Stegodon insignis, F and C, Stegodon insignis, F and C, Rhinoceros unicornis limb, Tryonix species, Stegodon genisa, F and C, Emis species, Ursus namadicus, F and C, Leptobos fraserirat, Cravus duvancili. Recent studies in the Mahi and Narmada basin indicate that this period could not be later than early upper Pleistocene. The early Stone Age tools in the peninsular India include, besides the various forms of hand axes, cleavers, choppers, and chopping tools made of pebbles or pebble halves and scrapers, some with a regular, well-made place to facilitate holding picks, and a few two-ended and beaked tools, which could have been used for engraving or cutting only. The last mentioned tools were found in the Krishna Basin in Karnataka. ഇപ്പോൾ പെനിൻസുലാർ ഇന്ത്യയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയണം, നമ്മളിപ്പോൾ ഇൻ ദിസ് കോൺഗ്ലോമെറേറ്റ് ആർ ഓൾസോ ഫൗണ്ട് റിമൈൻസ് ഓഫ് എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ് ആസ് എന്ന് തുടങ്ങുന്ന ഭാഗം ക്രാവസ് ഡുവാൻസിലിന്ന് അവസാനിക്കുന്ന ഭാഗം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് സെന്റൻസ്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രേ പറയാനാവുള്ളത്. അത്യാവശ്യം ടഫുള്ള വേർഡ്സ് ആണ്, നല്ല നല്ല വേർഡ്സുകളൊക്കെയാണ്, ദയവേത് ശ്രദ്ധിക്കുക. പെനിൻസുലാർ ഇന്ത്യ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് പറയാനുള്ളത് അസസ്മെന്റ് ഓഫ് പ്രീ ഹിസ്റ്ററി 1. Assessment of prehistory 1. Assessment of prehistory 1. നമുക്ക് നോക്കാം. Assessment of prehistory 1. Assessment of prehistory 1. We live in a geological era called Cenozoic. It began 60 million years ago when the land masses on the earth acquired their present shape. Before it, various continents on the earth were almost joined together to form one large landmass called Pangaea. The Cenozoic era is subdivided into two periods.
tertiary and quaternary. The Cenozoic era is subdivided into two periods, tertiary and quaternary. The tertiary period has 5 epochs. 1. Paleocene 65-56.5 million years ago. 1. Paleocene 65-56.5 million years ago. 2. Ecocene 2 Ecocene 56.5 35.4 million years ago. 2 Ecocene 56.5 35.4 million years ago. 3 Oligocene 35.4 23.3 million years ago. 3 Oligocene 35.4 23.3 million years ago. 4 Miocene 23.3 5.2 million years ago. And 5 Pliocene 5.2 1.62 million years ago. Primates had begun evolving approximately 70 million years ago, and at the beginning of the Cenozoic, the prosimidae were in existence. Bipedalism began evolving during the Miocene, leading to the emergence of Australopithecus. Bipedalism began evolving during the Miocene, leading to the emergence of Australopithecus. The genus Homo evolved during the Pliocene, and it was during this epoch that hominids began making tools. Bipedalism began evolving during the Miocene, leading to the emergence of Australopithecus. The genus Homo evolved during the Pliocene, and it was during this epoch that hominids began making tools. Major advances in tool technology were made during Quaternary period. This is subdivided into two geological epochs. 1. Pleistocene 1.64 million 12,000 years ago, and 2. Holocene 12,000 years ago to the present. That is, we are now living in the Holocene geological epoch. Major advances in tool technology were made during Quaternary period. This is subdivided into two geological epochs. 1. Pleistocene 1.64 million 12,000 years ago, and 2. Holocene 12,000 years ago to the present. That is, we are now living in the Holocene geological epoch. നമ്മൾ ഇത്ര നേരം പറഞ്ഞ അസസ്മെന്റ് ഓഫ് പ്രീ ഹിസ്റ്ററി 1. അസസ്മെന്റ് ഓഫ് പ്രീ ഹിസ്റ്ററി 1 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, കാരണം അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കും വേറെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ദയവേത് ക്ഷമിക്കാം. പിന്നെ നമ്മൾ ക്ഷമചോദിക്കലൊക്കെ നടത്തണം എന്ന് വെച്ചാൽ CSCT ആയതുകൊണ്ടാണ്. ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സെക്കൻഡിൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാൻ പാടില്ല. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗത്തൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ നമുക്ക് ഇത്രയൊക്കെ
ക്ലാസ് എടുക്കാനും പറയാനൊക്കെ ആകുന്നുള്ളൂ. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്കിനി ഈ ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയണത് ദ മീസോലിത്തിക് മാൻ അപ്രോക്സിമേറ്റ്ലി 8000-4000 BC. അപ്പൊ ഈ ടോപ്പിക്ക് നമുക്ക് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അസസ്മെന്റ് ഓഫ് പ്രീഹിസ്റ്ററി 2 എന്നുണ്ട്. അത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീസോലിത്തിക് മാൻ അപ്രോക്സിമേറ്റ്ലി 8000-4000 BC എന്നുള്ള വലിയ ടോപ്പിക്കാണ്. ഏറ്റവും അത്യാവശ്യം നമ്മൾ ഇത്രയും ക്ലാസ് എടുത്തതിൽ വെച്ച് അത്യാവശ്യം വലിയ ടോപ്പിക് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതൊരു ടൈം എടുക്കുക. അതുകൊണ്ട് നമുക്ക് അസസ്മെന്റ് ഓഫ് പ്രീഹിസ്റ്ററി 2 നോക്കിയതിന് ശേഷം നമുക്ക് ദ മെസോലിത്തിക് മാൻ അപ്രോക്സിമേറ്റ്ലി 8000-4000 BC നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം അസസ്മെന്റ് ഓഫ് പ്രീഹിസ്റ്ററി 2. Assessment of prehistory 2. The Paleolithic age of prehistory belongs to the Pleistocene geological epoch. During the Pleistocene period, there was a significant lowering of temperatures all over the world. The Paleolithic age of prehistory belongs to the Pleistocene geological epoch. During the Pleistocene period, there was a significant lowering of temperatures all over the world. This resulted in a series of ice ages. The last ice age began 180,000 years ago and was the most extensive. This ice age reached its greatest intensity 20,000 years ago. The ice ages came to an end 12,000 years ago, which marks the beginning of the Holocene or post-glacial geological epoch. During the Pleistocene epoch, humans were evolving biologically and were now capable of cultural adaptation. The last ice age has reduced temperatures appreciably in Europe, Asia and North of Africa. Stone tool technology witnessed significant improvement in this period. During the Pleistocene epoch, humans were evolving biologically and were now capable of cultural adaptation. The last ice age has reduced temperatures appreciably in Europe, Asia and North Africa. Stone tool technology witnesses significant improvement in this period. The last ice age has reduced temperatures appreciably in Europe, Asia and North Africa. Stone tool technology witnesses significant improvement in this period. Assessment of prehistory 2 നമ്മൾ പറഞ്ഞു മനസ്സിലാന്ന് വിചാരിക്കുന്നു. The Mesolithic man approximately 8000-4000 BC. The Mesolithic man approximately 8000-4000 BC. The use of animal bones in place of stones marked the biggest change in the life of man from the Paleolithic age to the Mesolithic age. The Mesolithic man started using special weapons known as microlithic or pygmy tools made of jasper, chalk or bloodstone. He was ignorant of fire and agriculture, but had made the dog his pet and had started using wooden handles for tools and weapons. The beginning of the art of making clay pots is also significant development of the Mesolithic age. Man still lived a nomadic life but started burying the dead. The microliths themselves insignificant presage a great technological development. The introduction of compound tools. The tools were universally very small, sometimes barely an inch or half-inch long, and so could not be used otherwise. Economically, man was still savage hunter fisher. A change was indicated in man's modus
operandi by his toolkit and the materials of which it was made. However, in some areas as elsewhere in the world, there appeared the next great step, pottery making, with its concomitant of permanent habitation and food production. In eastern India, microliths are generally found on the surface of laterite plains and forest in Orissa, Bengal and Chota Nagpur plateau, and on rocky sandstone hillocks of Mirzapur. In eastern India, microliths are generally found on the surface of laterite plains and forest in Orissa, Bengal and Chota Nagpur plateau, and on rocky sandstone hillocks of Mirzapur. The few small-scale excavations in these regions indicate their probable antiquity and the prevailing climatic conditions. Typologically, the microliths are non-geometric, that is, such forms as the triangle and trapeze were absent. The tools were generally made of milky quartz through crystal chert, chalcedony, tortisite, and fossil wood, of which large chunks have been found. The tools were generally made of milky quartz, tough crystal chert, chalcedony, tortisite, and fossil wood, of which large chunks have been found. Excavations at Birbanpur near Durgapur railway station on the bank of the Damodar river in Burdwan district, West Bengal, showed early microliths. The Kashmir range at the junction of Madhya Pradesh and Uttar Pradesh, and small-scale excavations of open air sites and rock shelters at Morahana, Pahar, and Baghaikor near Bainsor and Lekenia near Mirzapur. The Kashmir range at the junction of Madhya Pradesh and Uttar Pradesh, and small-scale excavations of open-air seats and rock shelters at Morahana, Pahar, and Bagaikor near Bainsor and Lekhania near Mirzapur. The Kashmir range at the junction of Madhya Pradesh and Uttar Pradesh, and small-scale excavations of open-air sites and rock shelters at Morahana, Pahar, and Bagaikor near Bainsor, and Lekenia near Mirzapur. Yielded first non-geometric microliths and later geometric ones with an ill-baked ochre red pottery. The later microliths include bladers, retouched and simple limades, trapezes, triangular pieces, scrapers, points, and few burins. The later microliths include bladers, retouched and simple limades, trapezes, triangular pieces, scrapers, points, and a few burins. The occurrence of one ring stone or makehead of quartzite
among heavy tools and 2 small ground or polished tools of chlorite skins at Lagunage and Akhaj sites in sandy alluvial plains of northern and central Gujarat seems to be significantly implying contact with or a knowledge of such tool making centers. So the tools suggest that either man had begun to cultivate in the help of a dinging stick for which quartzite ring was used as a weight, or the ring was used as a mace head, a powerful offensive weapon. Pottery, through extremely few and ill-baked, is associated with later microliths, which further suggests that during this period, at least temporary camps or habitations were formed. Pottery, through extremely few and ill-baked, is associated with later microliths, which further suggests that during this period, at least temporary camps or habitations were formed. Later, people buried the dead in large stone-lined pits and covered them with still larger slabs, sometimes only one, and deserve the name megalithic, occupied the area. The dead were buried in highly crooked postures, preferably in north-south direction, very much like the characteristics of Mediterranean and the Vedic racial groups. The presence of rhinoceros implies that the environmental provided by lakes and surrounding areas of scrub forests was congenial enough for such animals to flourish, or that the rhinoceros lived on river banks, where they were hunted by later people buried the dead in large stone-lined pits and covered them with all larger slabs, sometimes rely on only one, and deserve the name megalithic, occupied the area. Later, people buried the dead in large stone-lined pits and covered them with still larger slabs, sometimes only one, and deserve the name megalithic, occupied the area. The dead were buried in highly crooked postures, preferably in north-south direction, very much like the characteristics of Mediterranean, very much like the characteristics of Mediterranean and the Vedic racial groups. The presence of rhinoceros implies that such elements to flourish, or that the rhinoceros lived on river banks, where they were hunted by later people buried the dead in large stone-lined pits and covered them with still larger slabs, sometimes only one, and deserve the name megalithic, occupied the area. The dead were buried in highly coached postures, preferably north-south direction, very much like the characteristics of Mediterranean and the Vedic racial groups. The presence of rhinoceros implies that the environment provided by lakes and surrounding areas of scrub forests was congenial enough for such animals to flourish, or that the rhinoceros lived on river banks, where they were hunted by man and their carcasses brought up to the mound. Fishing also provided food, as the pieces of carapace of tortoise and fish vertebrae were found. The age of this culture is not yet determined.
the terrace of South India, Burbanpur and pre-pottery and non-geometric levels in Mirzapur in eastern India represent early phases of this age. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in northern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. Man and their carcasses brought up to the mound. Fishing also provided food as pieces of carapace of tortoise and fish vertebrae were found. The age of this culture is not yet determined. The terrace of South India, Burbanpur and pre-lottery and non-geometric levels in Mirzapur in eastern India represent early phases of this age. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in northern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. Man and their carcasses brought up to the mound. Fishing also provided food as the pieces of a carapace of tortoise and fish vertebrae were found. The age of this culture is not yet determined. The terrace of South India, Burbanpur and pre-pottery and non-geometric levels in Mirzapur in eastern India represent early phases of this age. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in southern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in northern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in northern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. The later phases at Mirzapur and other sites in Uttar Pradesh, Madhya Pradesh and Lagnaj in northern Gujarat, where pottery occurs without any definitive evidence of domestication of animals and incipient agriculture might represent the next stage. Upon the Mesolithic man approximately 8000 4000 BC നമ്മൾ പറഞ്ഞതിൽ ഈ ഫിഗർ ഉണ്ട്. The Mesolithic man approximately 8000 4000 BC figure 1.2 Mesolithic age shaped but not polished. Figure 1.2 Mesolithic age shaped but not polished. Mesolithic age shaped but not polished. Mesolithic age shaped but not polished. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത ഫിഗർ 1.3 മെഗാലിത്തിക് ബറിയൽ ടൈപ്സ്. ഫിഗർ 1.3 മെഗാലിത്തിക് burial types. Figure 1.3 megalithic burial types.
The megalithic burial types: stone coffin or sarcophagi burial, stone circle PAT burial, menhir pit marked with a stone. Figure 1.3 megalithic burial types. Megalithic burial types: stone coffin or sarcophagi burial, stone circle PAT burial. Figure 1.3 megalithic burial types: stone coffin or sarcophagi burial, megalithic burial types: stone circle PAT burial, menhir pit marked with a stone. Figure 1.2 Mesolithic age shaped but not polished. Figure 1.2 Mesolithic age shaped but not polished. Mesolithic age shaped but not polished. Figure 1.2 ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഫിഗർ 1.3 megalithic burial types. Figure 1.3 megalithic burial types. ഫിഗർ 1.3 megalithic burial types. ഈ രണ്ട് ഫിഗറും മനസ്സിൽ വെക്കുക. ഇനി ഇവിടെ സൈഡിൽ ടോപ്പിക്സ് ഉണ്ട്, നമുക്കത് നോക്കാം. ചെറിയ ടോപ്പിക്സ് ആണ്. പ്രീഹിസ്റ്ററി ഇമ്പോർട്ടൻറ്റ് ടേംസ്. Prehistory, the period for which we do not have any written records. Protohistory, the period for which we have written records but we have not been able to decipher the script. For example, Indus Valley Civilization. Historic period, the period for which we have written records in the form of inscriptions and other forms. Paleography, the study of old writings used in inscriptions and other old records. Prehistory, the period for which we do not have any written records. Protohistory, the period for which we have written records but we have not been able to decipher the script. For example, Indus Valley Civilization. Historic period, the period for which we have written records in the form of inscriptions and other forms. Paleography, the study of old writings used in inscriptions and other old records. Prehistory important terms: prehistory, protohistory, historic period, paleography. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ദ നിയോലിത്തിക് മാൻ ഓർ ന്യൂ സ്റ്റോൺ ഏജ് 4000-1800 BC. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ദ മെറ്റൽ ഏജ് 1800-1000 BC. ഫിഗറൊക്കെ വരുന്നുണ്ട്. ഫിഗർ 1.4 നിയോലിത്തിക് ഏജ് വെൽ ഷേപ്ഡ്. ഈ ടോപ്പിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും വലിയ ഒരു ടോപ്പിക്കാണെന്ന് പറയാം. കാരണം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നും അല്ലെന്ന് തന്നെ പറയാം. ഓരോന്നും നമുക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബുക്കിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിവുകൾ. ഇനി ഫിഗറാണ് വരുന്നത്. ഇനി ഒരു ഫിഗർ മെഗാലിത്തിക് ഫ്യൂച്ചർ സെറ്റിൽമെന്റ്സ് ഏർലി അയൺ ഏജ്. സെങ്കൻ കേല എക്സ്കവേഷൻ. ദ മെറ്റൽ ഏജ് ഇവിടെ വരെ ഉണ്ട് ശരിക്കും. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ 2500-1800 BC. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കുകളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ
എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. പ്രത്യേകം എടുത്തു പറയണം, നമ്മൾ ഒരു രീതിയിലും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരരുത് എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത് വീഡിയോയിൽ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ദയവേത് മനസ്സിലാക്കാം. അത്യാവശ്യം ടഫായിട്ടുള്ള വേർഡ്സാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്ത ടോപ്പിക്സിലൊക്കെ വരുന്നത്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. പിന്നെ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. രാത്രി നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ സമയം ഒരു 3:30 ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ CCTക്ക് വേണ്ടി ഉപകരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. പറക്കൊന്ന് ദയവേത് ഈ വീഡിയോ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.